അപ്പോൾ ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ പോളിയോ കൊടുക്കുന്ന ദിവസമായിരുന്നു. എല്ലാവരും കൊടുത്തിട്ടുണ്ടാവുമല്ലേ. നമ്മളും കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ തന്നെ പള്ളിയിൽ കഴിഞ്ഞ് ആ വഴി പോയി കൊടുക്കാമെന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ മഴ നമ്മുടെ ഫുൾ പ്ലാൻ തെറ്റിച്ചു. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ആ വഴി വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് കുറേ കഴിഞ്ഞിട്ട് നമ്മളൊരു 9:30 ആയപ്പോഴാണ് നമ്മൾ പോളിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒട്ടും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു കൊച്ചിനെയും കൊണ്ട് ഒരാളെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കയറി. പക്ഷേ ഇവൾ ഭയങ്കര വാശിയായിരുന്നു. വായ തുറക്കുന്നേ ഉണ്ടായിരുന്നില്ല. കുടിക്കാനായിട്ട് വായ തുറക്കുന്നേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാനും ഹസ്ബൻഡും പിന്നെ ആ സിസ്റ്ററും എല്ലാവരും കൂടെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് ആ വാശി എടുക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ നമ്മളത് കൊടുത്ത് പിന്നെ കയ്യിൽ നമ്മുടെ പേന വെച്ച് മാർക്ക് ചെയ്ത സമയത്ത് ആൾ ഭയങ്കര എന്താ സംഭവം എന്നുള്ള രീതിയിൽ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആൾ ഉഷാറായി. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് അവിടുത്തെ ചെടിയുടെ ഭംഗിയൊക്കെ കണ്ട് ഞാനിങ്ങനെ കുറച്ച് നേരം നിന്നുപോയി. അത് കഴിഞ്ഞ് നമ്മൾ ഇത് വന്ന വഴിക്ക് നല്ല മരത്തിൻ്റെ താഴെ നമ്മൾ നോക്കിയപ്പോൾ ഈ കുടയും അവളുടെ ഡ്രസ്സും എല്ലാം കൂടെ നല്ല മാച്ചിങ് ആയിട്ട് വന്നപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ ചെന്ന് അവളെ ഈസുട്ടി കാറ്റീസും കഴിഞ്ഞ് വന്ന സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവളെ പോയി പിക്ക് ചെയ്തിട്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈസുട്ടി പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോവാം, പാർക്കിൽ പോവാം എന്ന് പറഞ്ഞു. പക്ഷെ പാർക്കിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൂടിയതുകൊണ്ടാണോ എന്തോ ഭയങ്കര മഴയായിരുന്നു. മഴ ആ സമയത്ത് നല്ല മഴയായിരുന്നു. ഞായറാഴ്ച ഫുൾ ഡേ മഴയായിരുന്നു. അപ്പം പിന്നെ ആൾക്ക് ഭയങ്കര സങ്കടമായി. എവിടെയെങ്കിലും പോകണമെന്നായി. എന്നാൽ പിന്നെ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരാം, ചുമ്മാ ഒന്ന് ചായ കുടിച്ചിട്ട് വന്നാലും ആൾക്ക് പ്രശ്നമില്ല, ആൾ ഓക്കെയാണ്. ഒന്ന് പുറത്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ ആൾക്ക്. അപ്പം പിന്നെ അങ്ങനെ എന്നാൽ പിന്നെ പുറത്ത് പോയേക്കാം. കുറേ ദിവസമായി നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ട്. ഹസ്ബൻഡ് കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായി നമ്മൾ പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ എന്നാൽ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പക്ഷേ എങ്ങോട്ടാണെന്നുള്ളൊരു ഡിസിഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പോയി എയർപോർട്ടിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എയർപോർട്ടിലേക്കാണെന്ന്. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു 2 വീക്സൊക്കെ മുമ്പ് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോവാം. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്കായാലും മീസുട്ടിക്കായാലും ഭയങ്കര ഇഷ്ടമാണ് എയർപോർട്ടിൻ്റെ ആ ഒരു ഏരിയയും അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും. ഫ്ലൈറ്റ് വന്ന് ഇറങ്ങണതും പൊങ്ങണതും ഒക്കെ കാണാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യും. നല്ല ഈ പറഞ്ഞ പോലെ മഴയില്ലാതെയൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ നമുക്ക് നിൽക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ വാവ വന്നപ്പോൾ നമ്മൾ അങ്ങനെ അധികം അവിടേക്ക് പോയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് അങ്ങനെ പറഞ്ഞത് ഓർത്ത് വെച്ച് ആൾ കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എയർപോർട്ടിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡായി. എയർപോർട്ടിലേക്കാണല്ലോ എന്നുള്ള രീതിയിൽ. അവിടെ പക്ഷേ പകുതി എത്തിയപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ പറഞ്ഞു ഹസ്ബൻഡ് തിരിച്ചു പോവാം, ഭയങ്കര മഴയാണ്, അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പോയത് നഷ്ടമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി നോക്കാം, നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയി. പക്ഷെ അവിടെ എത്താറായപ്പോഴേക്കും മഴയൊക്കെ മാറിയിട്ടോ. നമുക്ക് ചെറിയൊരു ചാറ്റൽ മഴ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നിന്ന് നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു പോരാമെന്നുള്ള പ്ലാനിലേക്ക്. അപ്പോഴേക്കും അവിടെ ലൈറ്റൊക്കെ ഓണായി. കുറച്ച് നേരം അങ്ങനെ നിന്ന് ആ അറ്റ്മോസ്ഫിയറൊക്കെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം 2 മണിക്കൂറൊക്കെ ആയി വന്നിട്ട്. അപ്പോൾ നമ്മളങ്ങനെ പോവാം, കാരണം വാവയായാലും ആൾക്കായാലും ടൈം കഴിഞ്ഞു. അപ്പോൾ പോരാം എന്നുള്ള പ്ലാനിൽ നമ്മൾ തിരിച്ചു പോരാണ്.
അങ്ങനെ പോരണ സമയത്ത് നമ്മൾ നൈറ്റായിട്ട് അപ്പോൾ ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിൽ നമ്മൾ പോരണ വഴിക്ക് ഒരു തട്ടുകടയുണ്ട് അവിടെ. അങ്കമാലിക്ക് നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് നമ്മൾ അങ്കമാലിക്ക് പോരണ വഴിക്ക് തട്ടുകടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിൽ അവിടെ കയറി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയത് അങ്കമാലി പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ടർക്കിഷ് മന്തിയിലേക്കാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടെ വരണത്. ഒരു ഹാഫ് മസാല ഷവായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മയനൈസും സാലഡും ചട്നിയും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.